കാത്തിരിക്കുന്നത് സൈന്യത്തിന്റെ, പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഒക്കെ വിശദീകരണങ്ങൾക്കാണ്, സ്ഥിരീകരണങ്ങൾക്കാണ്. ഇന്നലെ മുതൽ നമ്മുടെ ആകാശത്ത് സംഭവിക്കുന്നത് എന്താണ്, നമ്മുടെ അതിർത്തികളിൽ സംഭവിക്കുന്നത് എന്താണ്, നമ്മുടെ സമുദ്ര അതിർത്തികളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. അവിടെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഒപ്പം ഇനി രാജ്യം നീങ്ങുന്നത് നിർണായകമായ മണിക്കൂറുകളിലേക്കാണോ തുടങ്ങിയ ചോദ്യങ്ങൾക്കാണ് ഇനി ഉത്തരം ലഭിക്കേണ്ടത്. നമുക്കൊപ്പം കൂടുതൽ വിശകലനങ്ങൾക്കായി വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ ജാബിറും ഒപ്പം റിട്ടയർഡ് കേണൽ രാജീവ് മണാലിയും ചേരുന്നുണ്ട്. ഈ റിട്ടയർഡ് കേണൽ രാജീവ് മണാലിയിലേക്ക് പോവുകയാണ്. കേണൽ, ഇപ്പോൾ നിലവിലെ സാഹചര്യം അങ്ങ് പരിശോധിക്കുമ്പോൾ രണ്ട് രാജ്യങ്ങളും മുഖാമുഖം നിൽക്കുന്ന ഒരു നടപടിയിലേക്ക് നിൽക്കുന്നു. എന്നാൽ ഇതൊരു യുദ്ധമാണെന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ ഒരു സൈനിക നടപടി ഉണ്ടായിട്ടുണ്ട്. ഈ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും പാകിസ്ഥാനിലേക്ക് പല നഗരങ്ങളിലും ഇന്ത്യ ആക്രമണം നടത്തിയിട്ടുണ്ട്. സൈനിക നടപടിയിൽ നിൽക്കുകയാണ്. ഇത്രയും ദിവസം കേണൽ നമ്മൾ നോക്കിയാൽ ഒരു സൈന്യത്തിന്റെ ഭാഗത്ത് നിന്നാണെങ്കിലും വിദേശകാര്യ സഹമന്ത്രിയും അല്ലെങ്കിൽ മറ്റ് സേനാ വിഭാഗങ്ങളുടെ ഈ താരതമ്യേന ഒരു മിഡിൽ റേഞ്ചിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥരാണ് വന്നിരുന്നത് എങ്കിൽ ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത് പ്രതിരോധ മന്ത്രിയും വിദേശകാര്യമന്ത്രിയും സംയുക്തമായാണ്. ഈ ഒരു സാഹചര്യത്തെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ രണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നു. ഒന്ന്, യുദ്ധപ്രഖ്യാപനം നടന്നിട്ടില്ല. രണ്ട് രാജ്യങ്ങളും അങ്ങനെ ഒരു പ്രഖ്യാപനം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഭാരതത്തിൽ ഒരു ലൊക്കേഷനെയും ഞങ്ങൾ ആക്രമിച്ചിട്ടില്ല, ഞങ്ങൾ ആക്രമണത്തിന് മുതിർന്നിട്ടേയില്ല. രണ്ടാമത് അത് തന്നെയായിരിക്കും ഒരുപക്ഷെ ഇന്നും അവർ പറയാൻ പോകുന്നത്. അവരുടെ നറേറ്റീവ് ഇപ്രകാരമാകാനാണ് സാധ്യത: ഭാരതം ഏകപക്ഷീയമായിട്ട് ഞങ്ങളെ ആക്രമിക്കുന്നു, ഞങ്ങൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള നടപടികളിലേക്ക് പോകേണ്ടി വരും അവർ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനായിട്ടും കൂടി ആയിരിക്കണം അവരവരുടെ നാഷണൽ കമാൻഡ് അതോറിറ്റിയുടെ മീറ്റിംഗ് ഇന്ന് വിളിച്ചിട്ടുണ്ട്. അവരുടെ പ്രധാനമന്ത്രിയാണ് അത് വിളിച്ചിരിക്കുന്നത്. ഈ നാഷണൽ കമാൻഡ് അതോറിറ്റിയാണ് ആണവായുധങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ചും അന്തിമ തീരുമാനം എടുക്കേണ്ടത്. അത് പാകിസ്ഥാന്റെ വശം. ഇനി നമ്മുടെ വശം നോക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ ആക്രമണത്തിനും കൃത്യമായ തിരിച്ചടി നൽകുന്നുണ്ട്. പാകിസ്ഥാന്റെ ആക്രമണങ്ങൾ ഒട്ടും ഇമ്പാക്ട് അല്ല. അവർക്കതൊരു അതിന് ഒന്നും ലക്ഷ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സിവിലിയൻ ആവാസ സ്ഥലങ്ങളിലല്ലാതെ അവർ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സിവിലിയൻ ഏരിയകളിലാണ്. നമ്മുടെ നാട്ടുകാർക്ക്, അതിർത്തി മേഖലകളിലെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയാണ്. അതിനൊരു പ്രത്യേക ലക്ഷ്യമുണ്ട് അവർക്ക്. അവരെ സ്ഥലങ്ങളിൽ നിന്ന്, അവരുടെ വാസ സ്ഥലങ്ങളിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ അവർ ഫേസ് ചെയ്യണം, രാജ്യം ഫേസ് ചെയ്യണം. അതൊന്ന്. രണ്ടാമത്തത്, അവർ ആക്രമിച്ചിട്ടുള്ളത് മുഴുവൻ എല്ലാ എയർ ബേസിനെ ആക്രമിച്ചിട്ടുണ്ട്, ജമ്മു കാശ്മീരിൽ കൂടുതലും താഴെയുള്ള സ്ഥലങ്ങളിലും. പിന്നെ അവര് ഡൽഹി ലക്ഷ്യമാക്കി തൊടുത്തുവിട്ട മിസൈൽ സിർസയിൽ വെച്ച് അത് നമ്മൾ നിർവീര്യമാക്കി. എന്നാലും അതിൽ വളരെയധികം മെസ്സേജസ് ഉണ്ട്. ഒന്ന്, ഞങ്ങൾ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ്. രണ്ടാമത്തത്, നിങ്ങൾ നിർബന്ധിക്കുകയാണെങ്കിൽ ഞങ്ങൾ ആയുധം ഉപയോഗിക്കും, അതിന് സാധ്യതകളുണ്ട്. ഞങ്ങൾ നോ ഫസ്റ്റ് യൂസ് പറഞ്ഞിട്ടില്ല എന്നവർ പല പ്രാവശ്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാൻ ആയതുകൊണ്ടും അവിടുത്തെ സൈന്യത്തിന് വലിയ പൊതുജനങ്ങളെ മുൻനിർത്തിയുള്ള താല്പര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്കും ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയെ ഇതിൽ ഇടപെടുത്തുക, അവർ വന്ന് ഇവരെ രക്ഷിക്കുക, അവരുടെ മുഖം രക്ഷിക്കാൻ അവർ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയെയാണ് കൂട്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ എത്രത്തോളം പോസിബിൾ ആണ്? കാരണം ഇന്നലത്തെ ഈ MEAയുടെ വാർത്താ സമ്മേളനത്തിൽ അടക്കം നമ്മൾ കണ്ടത് തെളിവ് നിരത്തിയുള്ള വാർത്താ സമ്മേളനമായിരുന്നു. ഏതൊക്കെ ആയുധങ്ങൾ ഉപയോഗിച്ചു, എന്തൊക്കെ കേന്ദ്രീകരിച്ച് ഉപയോഗിച്ചു, യാത്രാ വിമാനങ്ങളുടെ പാതകളെ പോലും മറയാക്കിയായിരുന്നു പാകിസ്ഥാൻ പോർ വിമാനങ്ങൾ നമ്മുടെ വ്യോമാതിർത്തിക്ക് സമീപം പറത്തിയത്. നമ്മുടെ മതകേന്ദ്രങ്ങൾക്ക് നേരെ, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേരെ, നമ്മുടെ ജനവാസ മേഖലകൾക്കു നേരെ പാകിസ്ഥാൻ ഡ്രോണുകൾ വിട്ടതിന്, മിസൈലുകൾ അയച്ചതിന് ഇന്ത്യ തെളിവ് നിരത്തുമ്പോൾ എങ്ങനെയാണ് പാകിസ്ഥാന് അന്താരാഷ്ട്ര സമൂഹത്തെ ഒപ്പം ചേർക്കാൻ കഴിയുക കേണൽ? അന്താരാഷ്ട്ര സമൂഹത്തിന് ഒപ്പം ചേർക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മൾ തെളിവുകൾ നിരത്തിയാണ് നമ്മുടെ വാർത്താ സമ്മേളനങ്ങൾ നടക്കുന്നത്, എല്ലാം ശരിയാണ്. പക്ഷേ ഇതിനപ്പുറം
ആണവായുധം ഞങ്ങളുടെ ഉണ്ട്, ഞങ്ങളത് ഉപയോഗിക്കാൻ മടിക്കില്ല എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അന്താരാഷ്ട്ര കമ്മ്യൂണിറ്റി ഇടപെടാൻ സാധ്യതയുണ്ട്. അവർക്ക് ആർക്കും ഒരു ആണവ യുദ്ധം നടക്കുന്നത് കാണാനുള്ള താല്പര്യമില്ല. കാരണം അത് അതിഭീകരമായ അതിഗുരുതരമായ അവസ്ഥയിലേക്കായിരിക്കും ലോകത്തെ തന്നെ കൊണ്ടെത്തിക്കുന്നത്. ആ ഒരു പൊട്ടൻഷ്യൽ, ഒരു ഡിറ്ററൻസ് ആണ് ഇവർ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് അവരുടെ നറേറ്റീവ്സിലൂടെ. പാകിസ്ഥാൻ, അതാ ഞാൻ വീണ്ടും പറയുന്നത്, പാകിസ്ഥാൻ ആയതുകൊണ്ടും അവിടുത്തെ സേനയ്ക്ക് വലിയ അവരുടെ ജനങ്ങളോടോ അല്ലെങ്കിൽ അത് അവരുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു സൈന്യമാണ് അവിടെ ഉള്ളത്. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ ഗൗരവമായിട്ട് എടുത്തേ മതിയാകും. പിന്നെ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഇതുവരെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇന്നലെ ഒരു പത്രസമ്മേളനത്തിലുള്ള ഒരു പ്രഖ്യാപനം പ്രസിഡന്റ് ട്രംപ് നടത്തിയിരുന്നു, ഇന്ത്യ വി ആർ വിത്ത് യു എന്നും പറഞ്ഞത്. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്. എല്ലാം നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാമോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇങ്ങനെ വളരെ കൃത്യമായ ഒരു പ്രഖ്യാപനം പ്രസിഡന്റ് ട്രംപ് ഇന്നലെ നടത്തിയിട്ടുള്ളതായിട്ട് കാണും. അപ്പോൾ അന്താരാഷ്ട്ര കമ്മ്യൂണിറ്റി നമ്മുടെ കൂടെ ആണ് തൽക്കാലം. പക്ഷെ ആണവായുധം ഞങ്ങൾ ഉപയോഗിക്കും എന്ന് പാകിസ്ഥാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇടപെടാൻ ഒരു താല്പര്യം അന്താരാഷ്ട്ര കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഉണ്ടാകും. അത് തന്നെയാണ്, അത് മുതലെടുക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി കേണൽ, അങ്ങയിലേക്ക് ഞാൻ മടങ്ങിയെത്താം. നമുക്കൊപ്പം ഡോക്ടർ ജാബിർ കൂടി ഉണ്ട്, വിദേശകാര്യ വിദഗ്ധൻ. ഡോക്ടർ ജാബിർ, നമ്മൾ കുറച്ചു മുൻപ് ഈ ചൈനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു സവിശേഷ സാഹചര്യമുണ്ട് ഡോക്ടർ ജാബിർ. കാരണം ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ഒരു സൈനിക നടപടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതേ സമയത്താണ് ഈ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ഒപ്പം വ്ളാദിമിർ പുടിനും അവർ ഒരേ വേദികളിലെത്തുന്നത്. ഈ റഷ്യൻ വിക്ടറി ഡേയുടെ ഭാഗമായി 4 ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായി അദ്ദേഹം ഇപ്പോൾ റഷ്യയിലുണ്ട്. ചൈന, നമ്മൾ കുറച്ച് മുൻപ് പറഞ്ഞതുപോലെ ഈ പാകിസ്ഥാന്റെ വളരെ അടുത്ത സുഹൃത്താണ്. കശ്മീരിൽ ചൈനയ്ക്കും പാകിസ്ഥാനെ പോലൊരു നോട്ടമുണ്ട്. ഗാൽവാൻ താഴ്വരയിലെ സംഘർഷമൊക്കെ നമുക്ക് ഓർമ്മയുള്ളതുമാണ്. കാലാകാലങ്ങളായി നിലനിൽക്കുന്ന സംഘർഷവുമുണ്ട്. അപ്പോൾ ഈ മറുഭാഗത്ത് റഷ്യ ആവട്ടെ, ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പ്രതിരോധ പങ്കാളിയാണ് റഷ്യ. സോവിയറ്റ് കാലം മുതൽ തന്നെ നമ്മുടെ വലിയ പ്രതിരോധ പങ്കാളിയാണ് റഷ്യ. പെഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ പ്രധാനമന്ത്രി മോദിയെ ആദ്യം വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചത് വ്ളാദിമിർ പുടിനായിരുന്നു. ഇനി യുക്രൈനെതിരായ റഷ്യൻ അധിനിവേശം ആരംഭിച്ചപ്പോൾ ലോകരാജ്യങ്ങൾ മുഴുവൻ റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയപ്പോഴും റഷ്യക്കെതിരെ പരസ്യമായ ഒരു നിലപാട് സ്വീകരിക്കാതെ UN-ൽ പോലും വിട്ടുനിന്ന് റഷ്യയുമായി എപ്പോഴും വാണിജ്യ ബന്ധം തുടർന്നൊരു രാജ്യമാണ് നമ്മുടേത്. ഈ ചൈനയും റഷ്യയും ഒരേ വേദിയിലെത്തുമ്പോൾ, രണ്ടുപേരും തമ്മിൽ ഇപ്പോഴും നല്ല ബന്ധം തുടരുമ്പോൾ, ഈ ഒരു പൊളിറ്റിക്സ് എങ്ങനെയാകും ഡോക്ടർ ജാബിർ വർക്കൗട്ട് ആവുക? ഇന്ത്യക്ക് മേലുള്ള 2 രാജ്യങ്ങളും 2 വ്യത്യസ്ത നിലപാടുള്ളവരാണ്. എന്നാൽ ഈ 2 രാജ്യങ്ങളും സുഹൃത്തുക്കളുമാണ്. അപ്പോൾ ഈ ഒരു പൊളിറ്റിക്സ് എങ്ങനെയായിരിക്കും? ഇത് അല്പം ആശങ്കയുണ്ടാക്കുന്ന ഒരു രീതിയിലുള്ള ഒരു അലയൻസാണ്. വളരെയധികം കാലങ്ങൾക്ക് ശേഷമാണ് ഒരു ചൈനീസ് പ്രസിഡന്റ് റഷ്യയിൽ സന്ദർശിക്കുന്നത്, അവിടെ ഒരു വലിയ രാഷ്ട്രീയ സന്ദർശനം നടത്തുന്നത്. ഇതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട് അന്തർദേശീയ രാഷ്ട്രീയത്തിൽ. ഒരേ സമയത്ത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അമേരിക്ക പോലുള്ള വലിയ രാഷ്ട്രീയ ശക്തി നിശബ്ദമായിരിക്കുകയും ഞങ്ങൾ ഇതിൽ ഇടപെടില്ല എന്ന് പറയുകയും, അതേസമയം തന്നെ മറ്റു വലിയ 2 രാഷ്ട്രീയ ശക്തികളായിട്ടുള്ള റഷ്യയും ചൈനയും പരസ്പരം കൂടി ആലോചനകൾ നടത്തുകയും ചെയ്യുന്നത് വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. റഷ്യയുടെ ഒരു കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, കാലങ്ങളായി ഇന്ത്യക്ക് നല്ല ബന്ധമുള്ളൊരു രാജ്യമാണ് റഷ്യ. മുമ്പ് സോവിയറ്റ് യൂണിയൻ ആയിരുന്നപ്പോഴും അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം വലിയ നല്ല ബന്ധമാണുള്ളത്. അതായത് ഇന്ത്യയുടെ സൈനിക ഉപകരണങ്ങളുടെ അല്ലെങ്കിൽ വലിയ ആയുധങ്ങളുടെ നല്ലൊരു കരുതൽ ശേഖരം തന്നെ റഷ്യയിൽ നിന്നാണ് നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതും. പക്ഷേ ചൈനയ്ക്ക് ഇന്ത്യയുമായി അങ്ങനെ ഒരു ബന്ധമില്ല. നമ്മൾക്കറിയാം, 1948 ചൈന പുതിയ കമ്മ്യൂണിസ്റ്റ് ചൈന ആയതിനു ശേഷം വളരെ കരുതലോടുകൂടി തന്നെയാണ് അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ചൈനയെ നോക്കി കണ്ടിരുന്നത്. അതിന് ശേഷമാണ് ഇന്ത്യ പഞ്ചശീൽ തത്വങ്ങൾ എന്ന് പറയുന്ന ചൈനയും ഇന്ത്യയും തമ്മിലുള്ള മികച്ച ബന്ധം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് പഞ്ചശീല തത്വങ്ങൾ വികസിപ്പിച്ചിരുന്നു. പഞ്ചശീൽ പ്രിൻസിപ്പിൾസ് എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാം, ചരിത്രത്തിൽ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ അതിനെ തുടർന്നാണ് നമ്മൾ കാണുന്നത് ഇന്ത്യ ചൈന ഭായി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടി ഡെവലപ്പ് ചെയ്യുകയുണ്ടായിരുന്നു. അതെല്ലാം നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ്. പക്ഷെ പിന്നീട്
ചൈനയുമായി നമുക്കറിയാം ടിബറ്റിൻ്റെ പേരിലുള്ള ചെറിയ തർക്കം ഉണ്ടാകുകയും ഇന്ത്യ അതിനകത്ത് ഇടപെടാൻ തയ്യാറായിട്ടില്ല. പക്ഷേ ദലൈലാമയുടെ അവിടെ നിന്നുള്ള എക്സോഡസ്, അല്ലെങ്കിൽ അദ്ദേഹം അവിടെ നിന്ന് പുറത്താകുകയും ചൈനയുടെ നടപടിയെ തുടർന്ന് ടിബറ്റിൽ നിന്ന് ദലൈലാമ പുറത്താകുകയും ഇന്ത്യയിൽ ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിൽ അദ്ദേഹം അഭയം നേടുകയും ഇന്ത്യ അഭയം കൊടുത്തു ദലൈലാമയ്ക്ക് എന്നുള്ള ആ ഒരു വിഷയത്തിൻ്റെ പേരിൽ ചൈന ഇന്ത്യയുമായിട്ടുള്ള ആ ഭായ് ബന്ധം തകർക്കുകയും 1962 ചൈന ഇന്ത്യയെ ആക്രമിക്കുകയും ചെയ്തു. നമ്മൾക്കറിയാം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യുദ്ധം നടക്കുന്നത് അതിനെ തുടർന്നാണ്. അത് കുറേയധികം നാശനഷ്ടങ്ങൾ ഇരുഭാഗത്തും ഉണ്ടായ ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും. അന്ന് നെഹ്റുവിൻ്റെ രാഷ്ട്രീയം തന്നെ നേരിട്ടിട്ടുള്ള വലിയൊരു തിരിച്ചടിയായിരുന്നു. നെഹ്റു വളരെ കരുതലോട് കൂടി അന്തർദേശീയ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ ശ്രമിച്ചിരുന്നു ഞാൻ പറഞ്ഞു. പക്ഷേ ഈ ഇന്ത്യ ചൈന യുദ്ധം നെഹ്റുവിൻ്റെ തന്നെ സങ്കല്പങ്ങളെ പലപ്പോഴും തെറ്റിച്ചു കളയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അതിനുശേഷം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം കുറേയധികം കാലഘട്ടത്തിലേക്ക് വളരെയധികം സജീവമല്ലാതെ ഇരിക്കുകയും പിന്നീട് അത് സജീവമാകുകയും അതേസമയം തന്നെ ചൈനയുടെ സാമ്പത്തിക വളർച്ചയുടെ ഭാഗമായി അവരുടെ വലിയ ബിസിനസ് താല്പര്യങ്ങൾ ഇന്ത്യയിലുണ്ടാവുകയും അങ്ങനെ ആ ബന്ധം വളർത്തുകയും ചെയ്തിരുന്നു. 2019 വരെ അല്ലെങ്കിൽ 17-18 വരെ നമുക്കറിയാം ഇന്ത്യയുടെ ദക്ഷിണേന്ത്യയിലെ മഹാബലിപുരത്ത് വരെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് വന്നിരുന്നു എന്നുള്ളത് നമുക്കറിയാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വലിയൊരു രാഷ്ട്രീയ പ്രഖ്യാപനവും മുന്നേറ്റമായിരുന്നു. അത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിൽ തന്നെ, വളരെ ചുരുങ്ങിയ ഒരു സമയത്തിനുള്ളിൽ തന്നെയാണ് നിങ്ങൾ ആദ്യം സൂചിപ്പിച്ച 2020 ഇന്ത്യ ചൈന പ്രശ്നം ഉണ്ടാകുന്നത്. അതിനുശേഷം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം പഴയ രീതിയിൽ പുനഃസ്ഥാപിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതായത് ഇന്ത്യയുടെയും ചൈനയുടെയും രാഷ്ട്രത്തലവന്മാർ നേരിട്ട് വളരെ വിശദമായിട്ടുള്ളൊരു സംഭാഷണത്തിൽ ഏർപ്പെട്ടിട്ടില്ല. വളരെ ചുരുങ്ങിയ ഒരു മീറ്റിംഗ് മാത്രമാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ളൂ. അപ്പോൾ ചൈനയ്ക്ക് ഈ ഒരു താല്പര്യം വളരെ സജീവമാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു. അതായത് കശ്മീരിൻ്റെ ഒരു ഭാഗം, അത് ചൈനീസ് അതിർത്തിയോട് ചേർന്നിട്ടുള്ള ആ ഒരു ഭാഗത്ത് വലിയ താല്പര്യങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ആദ്യം ചോദിച്ച പോലെ റഷ്യക്ക് ചൈനയുടെ ഒപ്പം നിൽക്കാൻ തന്നെയായിരിക്കും താല്പര്യം. അതായത് അതിനെക്കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്. ചൈന ഞങ്ങളുടെ അയൽക്കാരാണ്, ഇന്ത്യ ഞങ്ങളുടെ ഫ്രണ്ടാണ് എന്നുള്ളൊരു താല്പര്യം, എന്നുള്ളൊരു പ്രസ്താവന, എന്നുള്ളൊരു കാഴ്ചപ്പാട് അത് തന്നെയായിരിക്കും റഷ്യ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തയ്യാറാകുന്നത്. അതേസമയം തന്നെ പാകിസ്ഥാൻ റഷ്യയുമായിട്ടുള്ള ബന്ധം കുറച്ചുകൂടി നന്നാക്കുന്നതിന് വേണ്ടിയിട്ട്, പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടെല്ലാം തയ്യാറെടുക്കുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം വർക്കൗട്ട് ആകും എന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ ചൈനയായിരിക്കും പാകിസ്ഥാനിൽ കൂടുതൽ ഇടപെടാൻ തയ്യാറാകുക, റഷ്യ ആയിരിക്കില്ല. അതേസമയം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം പഴയതുപോലെ നല്ല ബന്ധമായിരിക്കും. അതേസമയം ചൈന ഈ നിലപാടുകളിൽ മാറ്റം വരുത്തും എന്ന് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് പറയുക അസാധ്യമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ ഡോക്ടർ ജാബിർ, മറ്റൊരു കാര്യം ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ പാക് സൈന്യാധിപൻ അസിം മുനീറുമായി സംസാരിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. മാത്രമല്ല ഇപ്പോൾ ഒരു മീഡിയേറ്റർ റോളിലേക്ക് വരാനുള്ള താല്പര്യം പോലും പ്രകടിപ്പിച്ചു എന്നാണ് വാർത്തകൾ. തീർച്ചയായിട്ടും അത് വളരെ ഒരു പ്രധാനപ്പെട്ട മൂവാണ്. അങ്ങനെ നടക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള സ്റ്റെപ്പ് ആയിരിക്കും. അതായത് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ സംഘർഷം പരിഹരിക്കുന്നതിന് അമേരിക്കയുടെ വലിയ ഒരു പങ്കാളിത്തം നമ്മൾ കാണേണ്ടതുണ്ട്. അന്തർദേശീയ രാഷ്ട്രീയത്തിൽ പലപ്പോഴും പല കരാറുകൾക്കും അതേപോലെ തന്നെ സമാധാന ഉടമ്പടികൾക്കെല്ലാം മുന്നിട്ടിറങ്ങിയ രാജ്യമാണ് അമേരിക്ക. പലപ്പോഴും സംഘർഷങ്ങൾ കാരണമായിട്ടുണ്ട്. അതേസമയം തന്നെ സംഘർഷങ്ങൾക്ക് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചൂടുവയ്പും അമേരിക്കയുടെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ട്. ഇപ്പോൾ 1978 ക്യാമ്പ് ഡേവിഡ് അക്കോർഡ്, അതായത് അറബ് ഇസ്രായേലി യുദ്ധങ്ങൾ ദീർഘകാലമായി 10, 30, 40 വർഷത്തോളം നീണ്ടു നിന്ന അറബ് ഇസ്രായേലി സംഘർഷങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് അമേരിക്കയിൽ ക്യാമ്പ് ഡേവിഡ് അക്കോർഡ് നടത്തി. ഈജിപ്തിനെയും അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളെയും ഇസ്രായേലിനെയും ആ പ്രശ്നത്തിൽ പരിഹാരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജെറാൾഡ് ഫോർഡ് വലിയ പങ്കുവഹിച്ചിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ അമേരിക്ക ഒരു ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം പരിഹരിക്കുന്നതിന് മുന്നിട്ടിറങ്ങുകയാണെങ്കിൽ അതിന് കൃത്യമായ ഒരു ഫലം കാണും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേസമയം ചൈനയുടെ സ്വാധീനം പാകിസ്ഥാനിൽ നിന്നും ഇല്ലാതാകില്ല എന്ന ഒരു ആശങ്ക കൂടിയുണ്ട്. കാരണം ഈ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കശ്മീരിൻ്റെ ഒരു ഭാഗം ചൈനയും ഒക്കുപ്പൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ
ആ വിഷയം കൂടി നമ്മൾ കാണേണ്ടതുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡോക്ടർ ജാബിർ തുടരുക. കേണൽ രാജീവ് മണാലി, ഇപ്പോൾ ഈ പാകിസ്ഥാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഷഹബാസ് ഷെരീഫ് എന്ന അവരുടെ ഭരണാധികാരിയെക്കാളും അവിടെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത് അവരുടെ സൈനിക മേധാവി അസിം മുനീറിനാണ്. ഈ അസിം മുനീർ നടത്തിയ വിവാദമായ വിദ്വേഷജനകമായ പരാമർശമാണ് പെഹൽഗാമിൽ 26 പേരുടെ ജീവൻ നഷ്ടപ്പെടാൻ പോലും കാരണമായത്. ഇപ്പോൾ ഈ സൈനിക നടപടികളൊക്കെ ആരംഭിച്ചതിന് ശേഷം, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുള്ള പ്രകോപനങ്ങളൊക്കെ ആരംഭിച്ചതിന് ശേഷം, അതല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമോ, നമ്മൾ ഇതുവരെ അസിം മുനീറിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റും കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. ഇന്നലെ വരെയൊക്കെ പ്രചരിച്ച വാർത്തകൾ ഈ അസിം മുനീറിനെ തടങ്കലിലാക്കി എന്ന വാർത്തകൾ പോലും വന്നതാണ്. പക്ഷേ ഇന്നിപ്പോൾ പറയപ്പെടുന്നു ഈ സൗദി മന്ത്രി എത്തിയ സമയത്ത് ഷഹബാസ് ഷെരീഫിനെ കാണുമ്പോൾ ഒപ്പം അസിം മുനീറും ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ ആണവ കാര്യങ്ങളിലൊക്കെ നിർണായക തീരുമാനമെടുക്കാനുള്ള യോഗം വിളിച്ചിരിക്കുകയാണ് ഷഹബാസ് ഷെരീഫ്. ഒരു തരത്തിലും ഒരു നോട്ടവുമില്ലാത്ത, ഒരു തരത്തിലും ഒരു മാനുഷിക പരിഗണനയില്ലാത്ത, ഒരു ബോധവുമില്ലാത്തൊരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് അതിൻ്റെ പല നടപടികൾ കൊണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ അസിം മുനീറിന്റെ നിലപാട് അത് എത്രത്തോളം നിർണായകമാകും കേണൽ രാജീവ് മണാലി? വളരെ കാര്യപ്രസക്തമായ ഒരു ചോദ്യമാണ്. ഞാൻ ഇതിനെ പല തലങ്ങളിൽ അവലോകനം ചെയ്യാൻ അല്ലെങ്കിൽ ആൻസർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ഒന്ന്, അസിം മുനീറിന്റെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പാകിസ്ഥാനിൽ ആ സൈന്യത്തിൽ തന്നെ എത്രത്തോളം സ്വാധീനമുണ്ടെന്ന് നമുക്കറിയില്ല. അദ്ദേഹം തടങ്കലിലാണെന്നും അദ്ദേഹത്തിനെ വധിച്ചു എന്ന് വരെയും പല റിപ്പോർട്ടുകളും വന്നിരുന്നു. വേറെ സേനാ മേധാവിയായിട്ട് വേറെ ആളെ പേരെടുത്ത് പറഞ്ഞ് അവിടെ അപ്പോയിന്റ്മെന്റ് നടന്നു കഴിഞ്ഞു എന്നും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ഇപ്പൊ നാഷണൽ കമാൻഡ് അതോറിറ്റി അവിടുത്തെ പ്രൈം മിനിസ്റ്റർ വിളിച്ചിരിക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് മാത്രമല്ല, വേൾഡ് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് തന്നെ അതറിയാനുള്ള താല്പര്യം ഉണ്ടാവും. പാകിസ്ഥാൻ ഒരു വളരെ കൃത്യമായ നറേറ്റീവിലൂടെയാണ് അവർ കാര്യങ്ങൾ കാണുന്നതും കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതും അവരുടെ മുൻപോട്ടുള്ള ഗതിവിഗതികളും അവർ പ്ലാൻ ചെയ്യുന്നതും അങ്ങനെയാണ്. ഈ നാഷണൽ കമാൻഡ് അതോറിറ്റി ഇപ്പൊ വിളിച്ചിരിക്കുന്നത് തന്നെ അവർ പറയാൻ പോകുന്നത് മിക്കവാറും ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, പഹൽഗാം ഞങ്ങളുടെ പക്കത്തു നിന്നുണ്ടായ ഒരു ആക്ഷൻ അല്ല, ഇന്ത്യ ഞങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ തിരിച്ചടിച്ചിട്ടില്ല. മിനിഞ്ഞാന്നത്തെ ആക്രമണത്തിന് ശേഷം അവർ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതേ നറേറ്റീവ് തന്നെയായിരിക്കും അവർ പറയാൻ പോകുന്നത്. ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പറയാം, നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം കൃത്യമായ തെളിവുകളോടെയാണ് വാർത്താ സമ്മേളനം നടത്തുന്നത്. ശരിയാണ്, പക്ഷേ ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്. ഇതൊക്കെ ഇന്ത്യയുടെ ഉണ്ടാക്കിയ നറേറ്റീവ് ആണെന്ന് പറയാൻ പാകിസ്ഥാൻ യാതൊരു മടിയും ഉണ്ടാവില്ല. ആ പല്ലവി തന്നെ അവർ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇന്നത്തെ ഈ നാഷണൽ കമാൻഡ് അതോറിറ്റിയുടെ മീറ്റിംഗിന്റെ ഉദ്ദേശം തന്നെ ആ നറേറ്റീവ് ലോക കമ്മ്യൂണിറ്റിയുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ്. അതായത് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങളെ ഇന്ത്യ ആക്രമിക്കുന്നു, ഈ ആക്രമണം തുടരുകയാണെങ്കിൽ ഞങ്ങൾ ആണവായുധം ഉപയോഗിക്കും. ഇതവര് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ നോ ഫസ്റ്റ് യൂസ് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ വേണ്ടി വന്നാൽ ഞങ്ങൾ ഉപയോഗിക്കും അവർ പറയുന്നുണ്ട്. ഇതിനു വേണ്ടി തന്നെയാണ് അവർ ഈ ആണവായുധങ്ങൾ. അത് ഉപയോഗിക്കുമോ ഇല്ല എന്നുള്ളത് നമുക്ക് പറയാനാവില്ല. പക്ഷേ ഡിറ്ററൻസ്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഈ ഒരു നറേറ്റീവ് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയും വളരെ സീരിയസ് ആയിട്ട് എടുക്കും തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഉദ്ദേശിക്കുന്നത് നമ്മളെ തൽക്കാലം പിന്തിരിപ്പിക്കാൻ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി മുമ്പോട്ട് കൊണ്ടുവരിക. ഞാൻ നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച വ്യക്തി പറയുന്നത് കേട്ടു, അമേരിക്ക ഒരുപക്ഷെ ഒരു മീഡിയേറ്റർ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത്. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഞാൻ അത് അറിയില്ല. പക്ഷെ അത് ശരിയാണെങ്കിൽ അതൊക്കെ എങ്ങനെ പോകുമെന്ന് എനിക്ക് പറയാനാവില്ല. പക്ഷെ ചൈന 2 ദിവസം മുമ്പ് തന്നെ പറഞ്ഞിരുന്നു, ഞങ്ങൾ ഇതിൽ ഇടപെടാൻ തയ്യാറാണ്, ഞങ്ങൾ മധ്യവർത്തിത്വം വഹിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിരുന്നു. ചൈനയുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പൊ കാണുന്നത്. ചൈന ആദ്യം പറഞ്ഞത് ഈ പഹൽഗാം ആക്രമണം നടന്നതിന് ശേഷം അവർ പറഞ്ഞത് ഞങ്ങൾ ഭീകര പ്രവർത്തനങ്ങൾക്കെതിരാണ്. ആദ്യമായിട്ടാണ് അവർ ഈ സിറ്റുവേഷൻ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ പറയുന്നത്. പിന്നെ ചൈന നമുക്കറിയാം, അവർക്ക് അവരുടെ സ്വന്തം കാര്യം മാത്രമേ അവർക്ക് എപ്പോഴും താല്പര്യമുള്ളൂ. അവർ 1953 കൊറിയയിൽ ഇടപെട്ടതിന് ശേഷം
ഒരിടത്തും ആർക്കും വേണ്ടി അവരിടപെട്ടിട്ടില്ല. അവരിടപെടുകയാണെങ്കിൽ, ഇടപെടുന്നതെന്ന് കാണിക്കുകയാണെങ്കിൽ അവരുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി മാത്രമായിരിക്കും. ഈ ഒരു ഘട്ടത്തിൽ പാകിസ്ഥാന് വേണ്ടി ചൈന ചെയ്യില്ല എന്നാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. അവർ ആയുധങ്ങൾ കൊടുക്കുമായിരിക്കും, ആയുധങ്ങൾ അവരാണ് മെയിൻ സോഴ്സ് പാകിസ്ഥാന്റെ ആയുധങ്ങൾ. അപ്പൊ അത് നടക്കും. അവർക്ക് എവിടെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാമോ അതവർ ചെയ്യും. പിന്നെ മറ്റത് തുർക്കിയാണ്. തുർക്കിയെ വലിയ കാര്യമായിട്ട് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. അവര് പാകിസ്ഥാനെ പോലെ തന്നെയുള്ള ഒരു രാഷ്ട്രമാണ്. അവരുടെ ഡ്രോൺസ് ഉപയോഗിച്ചു, 400ഓളം ഡ്രോൺസ് ഉപയോഗിച്ചു, അതിന് എന്ത് പറ്റി എന്നൊക്കെ നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് അതിലേക്ക് കൂടുതൽ ഞാൻ കടക്കുന്നില്ല. തുർക്കിയെ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ ഇന്ന് അവർ ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആ സിറ്റുവേഷൻ മാറ്റാൻ ഉള്ള ശ്രമമാണ് ഈ നാഷണൽ കമാൻഡ് അതോറിറ്റിയുടെ മീറ്റിംഗ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ അവർ തീർച്ചയായിട്ടും ആണവായുധം ഞങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. കാരണം ഞങ്ങൾ ഒന്നും ചെയ്യാതെ ഞങ്ങൾ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് 4ാമത്തെ ദിവസമാണ്, ഞങ്ങൾ ഇതൊക്കെ എങ്ങനെ സഹിക്കും എന്നുള്ള മട്ടിലുള്ളൊരു വിലാപമായിരിക്കും അവിടെ കേൾക്കാൻ പോകുന്നത്. ആ വിലാപത്തിന് വേണ്ടി അതെങ്ങനെ കൗണ്ടർ ചെയ്യണമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പിന്നെ ഇന്റേണലി നമ്മൾ ആണവായുധം അവരുപയോഗിക്കുകയാണെങ്കിൽ അതിനെ എങ്ങനെ ചെറുക്കണമെന്നും ചെറുക്കാനുള്ള ശക്തി സൈന്യത്തിനുണ്ട്. നമ്മൾ കണ്ടു കഴിഞ്ഞു, ഡൽഹിയിലേക്ക് വന്ന മിസൈലിന് എന്ത് പറ്റി എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ ആണവായുധങ്ങൾ ഉപയോഗിച്ചാലും ആ ആണവായുധങ്ങൾ അവരുദ്ദേശിക്കുന്ന സ്ഥലത്തൊന്നും എത്താൻ സാധ്യതയില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് അവിടെ നിൽക്കട്ടെ. നമ്മുടെ ഇന്റേണൽ പ്രിപ്പറേഷൻസ്, ആർ വി റെഡി ഫോർ എ ന്യൂക്ലിയർ അറ്റാക്ക്? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ നാഗരികരെ ജാഗരൂകരാക്കണം. ഒരു ആണവായുധ അറ്റാക്ക് ഉണ്ടായാൽ എന്താണ് ഓരോരുത്തരും ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കേണ്ടത്, എങ്ങനെയാണ് സ്വയം രക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കേണ്ടത്, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെയും നാഷണൽ കമാൻഡ് അതോറിറ്റിയുടെയൊക്കെ ആക്ഷൻസ് അവിടെ വരട്ടെ. നമ്മൾ എങ്ങനെ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ആണവായുധം ഉപയോഗിക്കുകയാണെങ്കിൽ എങ്ങനെ അതിനെ ചെറുക്കണം, സ്വയം രക്ഷയ്ക്ക് വേണ്ടി എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പബ്ലിക് ഡൊമൈനിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ അത് വരുത്തണം. കാരണം വി മസ്റ്റ് കോൾ ദ ബ്ലഫ്. ഈ ആണവായുധം ഉപയോഗിക്കും എന്നുള്ള ഒരു ഡിറ്ററൻസ്, പേടിപ്പിക്കൽ, വിരട്ടൽ, അത് ഇതോടുകൂടി നിർത്താൻ വേണ്ട ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേണൽ രാജീവ് മണലെ, മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ ഇന്ത്യയുടെ ആയുധപ്പുരകളിലെ ബലം എത്രയാണ് എന്ന് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരാൾ കൂടിയാണ് താങ്കൾ. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ പാകിസ്ഥാൻ നടത്തിയ ഒരു പ്രസ്താവന S-400-ന് കേടുപാടുകൾ തങ്ങൾ സംഭവിപ്പിച്ചു എന്ന തരത്തിൽ പാകിസ്ഥാൻ വാർത്തകൾ പരത്തിയിരുന്നു. പക്ഷേ അതിനെ ഇപ്പോൾ പൂർണ്ണമായും പ്രതിരോധ വൃത്തങ്ങൾ തള്ളിയിട്ടുണ്ട്. S-400 മിസൈൽ പ്രതിരോധ സംവിധാനം ഒരു കേടുപാടുമില്ലാതെ പ്രവർത്തിക്കുന്നു എന്നിപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുള്ള ഒരു സമയമാണ് ഇത്. ഈ നമുക്കറിയാം, ഈ സ്ഥിരീകരിക്കപ്പെടാത്ത ഒരുപാട് വാർത്തകൾ പരന്ന ദിവസങ്ങളാണ്, അല്ലെങ്കിൽ പരന്നുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് കേണൽ നമ്മൾ ഈ കടന്നു പോകുന്നതെല്ലാം. പക്ഷേ ഇതിൽ സ്ഥിരീകരിക്കപ്പെട്ട ഒരു കാര്യം, സത്യസന്ധമായ ഒരു കാര്യം, പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് 100ഓളം ഡ്രോണുകൾ നമ്മുടെ ഈ അതിർത്തി കേന്ദ്രീകരിച്ച് വന്നു. അതിനെ ബഹുഭൂരിപക്ഷത്തെ നമുക്ക് നിഷ്പ്രഭമാക്കാൻ കഴിഞ്ഞു. ചുരുക്കം ചിലത് മാത്രമാണ് നമ്മുടെ ജനവാസ മേഖലകളിൽ. അതിൻ്റെ അവശിഷ്ടങ്ങളുമൊക്കെ നമ്മൾ ഇന്ന് രാവിലെ മുതൽ അതിൻ്റെ ദൃശ്യങ്ങളടക്കം കാണുന്നുമുണ്ട്. ഈ ഇന്നലത്തെ ഒരു ദിവസം, അതല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാന്റെ പ്രകോപനമുണ്ടായ ആ ദിവസം മുതൽ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ S-400 നമ്മുടെ മിസൈൽ പ്രതിരോധ സംവിധാനം അടക്കമുള്ള ഇന്ത്യയുടെ ആയുധ കരുത്തുകൂടിയല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആണവായുധം ഉപയോഗിക്കുക പോലും ചെയ്താൽ അത് ലക്ഷ്യസ്ഥാനത്ത് എത്തുകയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് പക്ഷെ അതിനെക്കുറിച്ചൊന്നും പറയാറായിട്ടില്ല, അതവിടെ നിൽക്കട്ടെ. നമ്മുടെ സൈന്യത്തിന്റെ കരുത്ത് വളരെ കൃത്യമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് പഹൽഗാമിനുള്ള മറുപടി ഓപ്പറേഷൻ സിന്ധൂർ തുടങ്ങിയതിന് ശേഷം നമ്മൾ വളരെ കൃത്യമായിട്ട് കാണുന്നുണ്ട്. അത് മാത്രമല്ല, എങ്ങനെയാണ്, എത്ര പ്രൊഫഷണൽ ആയിട്ടാണ് നമ്മുടെ സൈന്യവും അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സും എന്ത് സംഭവിച്ചു, എന്ത് സംഭവിക്കുന്നു, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് വളരെ കൃത്യമായ അവലോകനവും പ്രഖ്യാപനങ്ങളുമാണ് ദിവസേന എന്നോണം കൃത്യമായിട്ട് നടക്കുന്നത്. മറുവശത്ത് അങ്ങനെയൊന്നില്ല. അത് ഫോൾസ് നെറേറ്റീവ്സിലാണ് അവർ കൂടുതലും വിശ്വസിക്കുന്നത്. പിന്നെ ഇത് ഇൻഫർമേഷൻ വാർഫെയർ എന്ന് പറഞ്ഞൊരു ഒരു യുദ്ധതന്ത്രം തന്നെയുണ്ട്. ഇൻഫർമേഷൻ വാർഫെയറിന്റെ ഭാഗമായിട്ട് പല നുണകളും പലരും പറഞ്ഞു വരുത്തും. അതുപോലെ ഞങ്ങൾ ഇന്ത്യ ആക്രമിച്ചിട്ടേ ഇല്ലെന്ന് പറയുന്നത് വളരെ
വളരെ തന്ത്രപരമായ ഒരു നുണയാണ്. പക്ഷെ അത് ഇൻഫർമേഷൻ വാർഫെയറിന്റെ ഭാഗമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഇതല്ല, ഇതിലപ്പുറം അവർ പറയും, അത് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കും. ലോകത്തെമ്പാടുമുള്ള അവരോട് സിമ്പതിയുള്ള മാധ്യമങ്ങളെ അവർ ഉപയോഗിക്കാൻ ശ്രമിക്കും. നമ്മുടെ ഭാരതത്തിനകത്ത് തന്നെ ആർക്കെങ്കിലും അവരോട് സിമ്പതി ഉണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിക്കാൻ അവർ ശ്രമിക്കും. അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട കാര്യമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്താണ് ആസ് എ സിറ്റിസൺ, ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ചെയ്യേണ്ടത് എന്താണ്. ഒന്ന്, കൃത്യമായി പറയുകയാണെങ്കിൽ നമ്മുടെ സ്വയരക്ഷ എങ്ങനെ നമുക്ക് ഉറപ്പാക്കാം. ഏതൊക്കെ മോക്ക് ഡ്രിൽസ് ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം പറയുന്നോ അതൊക്കെ നമ്മൾ പാലിക്കണം. കാരണം ഇറ്റ് ഈസ് ബെറ്റർ ടു സ്റ്റേ പ്രിപ്പയർഡ് ദാൻ ടു ഗെറ്റ് പ്രിപ്പയർഡ്, ഓർ ഇറ്റ് ഈസ് ബെറ്റർ ടു സ്റ്റേ റെഡി ദാൻ ഗെറ്റ് റെഡി എന്നുള്ള ഒരു തത്വമായിരിക്കണം നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ വി മസ്റ്റ് ബി പ്രിപ്പയർഡ് ഫോർ ദ വേർസ്റ്റ് അഡ്വേഴ്സിറ്റി. ആണവായുധം ഉപയോഗിക്കുകയാണെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് അതിൽ നിന്ന് രക്ഷ നേടാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരിക്കണം. അതിൽ മാധ്യമങ്ങൾക്ക് വലിയൊരു പങ്കുണ്ടെന്ന് ഞാൻ കരുതുന്നു. അതിലേക്ക് ആവട്ടെ നമ്മുടെ ശ്രദ്ധ. രണ്ടാമത്തത് ഈ ഇൻഫർമേഷൻ വാർഫെയർ ഇത്തരത്തിൽ നടക്കുമ്പോൾ ഈ ഫാൾസ് നറേറ്റീവ്സ് വളരെയധികം ഉണ്ടാവും. പല കാര്യങ്ങളും ഇനി പ്രയോഗിച്ചിട്ടുള്ള തന്ത്രങ്ങളും കൂടെ അവർ പ്രയോഗിക്കും. അതിനെല്ലാം പ്രിപ്പയർഡ് ആയിരിക്കണം. അതിനെല്ലാം കൗണ്ടർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമുക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് പ്രായോഗികമാക്കണം. നമ്മൾ ഈ ഫാൾസ് നറേറ്റീവ്സ് വിശ്വസിക്കാതിരിക്കുക. പിന്നെ എവിടെയെങ്കിലും ഒരു ഭീകര പ്രവർത്തനം, നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിനുള്ളിൽ ഭീകരർ അല്ലെങ്കിൽ സ്ലീപ്പിംഗ് സെൽസ് എങ്ങനെ പ്രവർത്തിക്കാം. ആ പ്രവർത്തിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇങ്ങ് കേരളം വരെ ഉണ്ടത്. നമ്മൾ സുരക്ഷിതരല്ല. കേരളത്തിൽ നമ്മളിവിടെ മലയാളികൾ നമ്മൾ സുരക്ഷിതരാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അപ്പൊ ഈ സ്ലീപ്പർ സെൽസ് അവരുടെ ആക്ടിവിറ്റി തുടങ്ങുകയാണെങ്കിൽ അതിനെ എങ്ങനെ ചെറുത്ത് തോൽപ്പിക്കണം എന്നുള്ള കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങേയറ്റം ജാഗരൂകരായിരിക്കണം. ഈ സോഷ്യൽ മീഡിയയിലോ വേറെ എവിടെയെങ്കിലും ഫാൾസ് നറേറ്റീവ്സ് കാണുകയാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാൻ നമ്മൾ മടിക്കരുത്. അത് വെറുതെ ഒരു റിപ്പോർട്ടല്ല, അതൊക്കെ പ്ലാൻഡ് ആക്ടിവിറ്റീസ് ആണെന്ന് മനസ്സിലാക്കി അതിനെ ചേർത്ത് തോൽപ്പിക്കേണ്ട ഒരു കടമ നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ട്. അപ്പൊ ഇത് ഗവൺമെന്റിന്റെ മാത്രം ഒരു പ്രശ്നമല്ല, നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണ്, നമ്മുടെ സുരക്ഷയുടെ പ്രശ്നമാണ്. ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണ് ഈ തരുണത്തിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് എന്ന് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. കേണൽ തുടരുക. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒമർ അബ്ദുള്ള ജമ്മുവിൽ ആക്രമണം നടന്ന പ്രദേശങ്ങളിലൊക്കെ സന്ദർശനം നടത്തുന്നതാണ്. അതിൻ്റെ ഈ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസവും റോഡ് മാർഗം ജമ്മുവിലെ ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെയൊക്കെ സന്ദർശിച്ചിരുന്നു. ഇപ്പോൾ ആക്രമണം നടന്ന പ്രദേശങ്ങളിൽ ഒമർ അബ്ദുള്ള എത്തി സന്ദർശനം നടത്തുന്ന ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ന്യൂസ് മലയാളത്തിൻ്റെ സ്ക്രീനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേണൽ രാജീവ് മണാലിയും ഒപ്പം വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ ജാബിറും നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഈ രാജീവ് മണാലി കേണൽ, അദ്ദേഹത്തിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. കേണൽ, ഇപ്പോൾ നമ്മൾ ഈ നോക്കുകയാണെങ്കിൽ ഈ പാകിസ്ഥാന്റെ സൈന്യം, അവരുടെ സൈനിക കരുത്തിലൊന്നും ആർക്കും സംശയമൊന്നുമില്ല. പക്ഷേ ഈ നമ്മളോളം ഉള്ള ഒരു അംഗബലം പാക് സൈന്യത്തിനില്ല എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ പാകിസ്ഥാൻ അതിനെ മറികടക്കുന്നത് ഭീകരവാദികളെ ഒപ്പം ചേർത്തുകൊണ്ടാണ്, അവരുടെ തന്ത്രങ്ങൾ കൂടി പലപ്പോഴും പരീക്ഷിച്ചുകൊണ്ടാണ്. ഇപ്പോൾ ടെറിട്ടോറിയൽ ആർമിയെ കൂടി വേണമെങ്കിൽ വിളിച്ചോളൂ എന്ന് ഇന്ത്യൻ സൈന്യത്തിന് ഈ സൈനിക മേധാവിയുടെ നിർദ്ദേശം എത്തുമ്പോൾ അതിർത്തികളിൽ കനത്ത ഷെല്ലാക്രമണവും അതിർത്തി കടന്നുള്ള ഭീകര പ്രകോപനങ്ങളും ഒക്കെ നടക്കുമ്പോൾ നമ്മൾ ഈ സാഹചര്യത്തെ എങ്ങനെ വിലയിരുത്തണം കേണൽ? ഈ ടെറിട്ടോറിയൽ ആർമിയെ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് അത് യുദ്ധസമാനമായ അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന ഒരു നാച്ചുറൽ പ്രക്രിയയാണ്. എന്താണ് ഈ ടെറിട്ടോറിയൽ ആർമി? ടെറിട്ടോറിയൽ ആർമി സാധാരണഗതിയിൽ ഇപ്പോൾ സിവിലിയൻ ജോലികളിലൊക്കെ വ്യാപൃതരായിരിക്കുന്ന മുൻകൂട്ടി സെലക്ട് ചെയ്തിട്ടുള്ള ഒരു സമൂഹം, അവരെ ആവശ്യമുള്ളപ്പോൾ എംബോഡി ചെയ്യുന്ന ഒരു ബോഡിയാണ് ഈ ടെറിട്ടോറിയൽ ആർമി. ടെറിട്ടോറിയൽ ആർമി ബറ്റാലിയൻസ് ഉണ്ട്. ആ ടെറിട്ടോറിയൽ ആർമി എംബോഡി ചെയ്യുക എന്ന് വെച്ചാൽ യുദ്ധ സമാനമായ അന്തരീക്ഷമുണ്ട്. അവരെ മിക്കവാറും ഉപയോഗിക്കുന്നത് റിയർ ഏരിയ സെക്യൂരിറ്റിക്കാണ്. റിയർ ഏരിയ സെക്യൂരിറ്റി അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു യുദ്ധകാല അന്തരീക്ഷത്തിൽ നമ്മുടെ പുറകോട്ടുള്ള, അതായത് കമ്മ്യൂണിക്കേഷൻ ലൈൻ, സ്ട്രാറ്റജിക് അസറ്റ്സ്, ഇതൊക്കെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതുണ്ട്. അത് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള ജോലിക്കാണ്, ആ കാര്യത്തിനായിട്ടാണ് ടെറിട്ടോറിയൽ ആർമിയെ എംബോഡി ചെയ്യുന്നത്. ആ എംബോഡി ചെയ്യാനുള്ള ഉത്തരവാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ പ്രത്യേകമായിട്ടൊന്നും കാണേണ്ടതില്ല. അതൊരു സാധാരണ പ്രക്രിയയാണ്.
ഏത് യുദ്ധകാലാവസ്ഥയിലും ടെറിട്ടോറിയൽ ആർമി ഉണ്ടാകും. അവരുടെ ജോലി റിയർ ഏരിയ സെക്യൂരിറ്റിയാണ്. രണ്ടാമത്തത് അതുപോലെ തന്നെ വേറെയുള്ള സിവിൽ ഡിഫൻസ് ഫോഴ്സസ്, ഹോം ഗാർഡ്സ്, ഈവൻ സ്റ്റേറ്റ് പോലീസ് ഒക്കെ ഈ ജോലിയിൽ, ഈ റിയർ ഏരിയയുടെ സെക്യൂരിറ്റിയിൽ ആകും. എന്നാലേ പൂർണ്ണമായ നമുക്ക് തിരിച്ചടി പാകിസ്ഥാന് കൊടുക്കാൻ സാധിക്കുള്ളൂ, നമ്മുടെ സുരക്ഷ ഉറപ്പാക്കാൻ സാധിക്കുള്ളൂ, നമ്മുടെ സ്ട്രാറ്റജിക് അസറ്റ്സിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ടെറിട്ടോറിയൽ ആർമിയെ എംബോഡി ചെയ്യുന്നതിൽ കാര്യമായിട്ടൊന്നും കാണാനില്ല. അത് യുദ്ധത്തിന്റെ ഒരു നമ്മളൊരു എടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണേണ്ടത്. ഞാൻ പറഞ്ഞ പോലെ ആത്യന്തികമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, സൈന്യം കൃത്യമായിട്ടുള്ള തിരിച്ചടി കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം ഇൻക്ലൂഡിങ് ഒമർ അബ്ദുള്ള, ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു, നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഒമർ അബ്ദുള്ള ഒമർ അബ്ദുള്ള മാത്രമല്ല, ജമ്മു കാശ്മീരിലെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും വളരെ റെസ്പോൺസിബിൾ ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ ആയിരുന്നില്ല മുമ്പ്. ആർട്ടിക്കിൾ 370 അബ്രഗേഷന് ശേഷം ജമ്മു ആൻഡ് കാശ്മീരിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത്, വളരെ ഫലവത്തായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളാണെന്ന് ഞാൻ കരുതുന്നു. അതുപോലെയുള്ള റെസ്പോൺസിബിൾ ആക്ഷൻസ് ആണ് അവിടുന്ന് കാണുന്നത്. ജമ്മു ആൻഡ് കാശ്മീരിലെ ചീഫ് മിനിസ്റ്റർ ഇതിനു മുമ്പ് ഇത്രയധികം ആക്റ്റീവായിട്ട് രംഗത്ത് വന്ന് ഞാൻ കണ്ടിട്ടില്ല. കാശ്മീരിൽ ഭീകരവാദം പൊട്ടിപ്പുറപ്പെടുമ്പോൾ ഞാൻ ആ കാലത്ത് അവിടെ ഉണ്ടായിരുന്നു, 1989. അന്നൊന്നും കാണാത്ത ഒരു റെസ്പോൺസിബിൾ അപ്രോച്ചാണ് ഞാൻ ഇപ്പോൾ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ കാണുന്നത്, പ്രത്യേകിച്ചും ഒമർ അബ്ദുള്ളയിൽ. അദ്ദേഹം ഇപ്പോൾ പെരുമാറുന്ന ഒരു രാജ്യതന്ത്രജ്ഞനെ പോലെയാണ്, ഒരു പൊളിറ്റീഷ്യനെ പോലെയല്ല. നമ്മൾ അത് അംഗീകരിക്കണം. അത് അംഗീകരിക്കുന്നതായിട്ട് അദ്ദേഹത്തെ അറിയിക്കണം. അദ്ദേഹത്തെ കൂടി നമ്മൾ ചെയ്യണം എല്ലാ കാര്യങ്ങളിലും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും കേരളം അങ്ങ് പറഞ്ഞത് വളരെയധികം ഈ റെലവൻ്റ് ആയ ഒരു കാര്യമാണ്. വളരെയധികം നന്ദി കേണൽ രാജീവ് മണാലി നമുക്കൊപ്പം ചേർന്നതിന്, ഈ വിഷയങ്ങളിൽ അങ്ങയുടെ പ്രതികരണം നടത്തിയതിന്. ഇപ്പോൾ കേണൽ രാജീവ് മണാലി പറഞ്ഞതുപോലെ ഈ കശ്മീർ പൊളിറ്റിക്കൽ പാർട്ടികളുടെ നേതൃത്വങ്ങളിൽ നിന്നും വരുന്ന അവരുടെ ഒരു പ്രതികരണം, അത് ഈ ഘട്ടത്തിൽ നമ്മൾ കാണാതെ പോകരുത്. ഒമർ അബ്ദുള്ളയാണെങ്കിലും കഴിഞ്ഞ ദിവസം നമ്മൾ ഈ മെഹബൂബ മുഫ്തി മുൻപെങ്ങും ഇല്ലാത്ത വണ്ണം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ നിലവിലെ സാഹചര്യം പറഞ്ഞ് വിതുമ്പുകയായിരുന്നു മെഹബൂബ മുഫ്തി. ഇതൊക്കെ ഈ നമ്മുടെ രാജ്യം കാണേണ്ടതാണ്. ഇവിടെ ഒരു വർഗീയവാദത്തിന് ശ്രമിച്ച, ഇവിടെ ഒരു ചേരിതിരിവിന് ശ്രമിച്ച അയൽക്കാർ, ഭീകരവാദികൾ എങ്ങനെയാണ് കശ്മീർ ജനത ഈ ഒരു സാഹചര്യത്തെ എടുക്കുന്നത് എന്നുള്ളതും അവർ നോക്കിക്കാണേണ്ടത് തന്നെയാണ്. ഡോക്ടർ ജാബിർ കൂടി നമുക്കിപ്പം തുടരുന്നുണ്ട്. ഡോക്ടർ ജാബിർ, ഇപ്പോൾ ഈ വിദേശകാര്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ സെക്യൂരിറ്റി കൗൺസിൽ 5 രാജ്യങ്ങളുമായി സംസാരിച്ചു. അതിനുശേഷം UK, US, ഫ്രാൻസ്, ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങളുമായി അജിത് ഡോവൽ സംസാരിച്ചു. 14 രാജ്യങ്ങളുമായാണ് വിക്രം മിശ്രി സംസാരിച്ചത്. ഇതിനൊക്കെ പുറമെ ജപ്പാനുമായും സൗദിയുമായും UAEയുമായും ഒക്കെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ സംസാരിച്ചു എന്നാണ് വാർത്തകൾ വരുന്നത്. അതായത് നയതന്ത്ര തലത്തിൽ മറ്റ് രാജ്യങ്ങളെയൊക്കെ, ലോക രാജ്യങ്ങളെ ഒപ്പം ചേർക്കാൻ നമുക്ക് എത്രത്തോളം സാധിച്ചിട്ടുണ്ട് ഡോക്ടർ ജാബിർ, ഇതുവരെയുള്ള സാഹചര്യം പരിശോധിക്കുമ്പോൾ? ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തെ മിക്കവാറും രാഷ്ട്രങ്ങൾ, അതായത് ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ അമേരിക്കൻ വൈസ് പ്രസിഡന്റിന്റെ ഒരു പ്രസ്താവന, ദിസ് ഇസ് നൺ ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കഴിഞ്ഞ രാത്രിയിൽ ട്രംപിന്റെ പ്രസ്താവന പ്രശ്നത്തിൽ പരിഹരിക്കാൻ ഇടപെടും എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും അന്തർദേശീയ രാഷ്ട്രീയത്തിൽ പാകിസ്ഥാനേക്കാൾ കൂടുതൽ ഏറ്റവും അധികം രാജ്യങ്ങളുടെ പിന്തുണ നേടിയെടുക്കാൻ ഇന്ത്യക്ക് തന്നെയായിരിക്കും കഴിയുക എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് സ്വാഭാവികമായിട്ട് ഇന്ത്യയുടെ ഒരു ചരിത്രവും പാരമ്പര്യവും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഒരു സാമ്പത്തിക സൈനിക ശക്തിയും എല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് പലരും അതിന് തയ്യാറാവുക. പിന്നെ ഈ സൗത്ത് ഏഷ്യയിൽ അല്ലെങ്കിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ഒരു ആധിപത്യ ശ്രമത്തിന് ചൈനയുടെ വലിയ നീക്കങ്ങൾ കഴിഞ്ഞൊരു 10 വർഷത്തിനുള്ളിൽ നടക്കുന്നതായിട്ട് നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ചൈന മാൽഡീവ്സിൽ ചെന്ന് മാൽഡീവ്സിനെ അവരുടെ നിയന്ത്രണത്തിലാക്കാൻ ശ്രമിക്കുന്നു. ശ്രീലങ്കയിൽ ചെന്ന് ശ്രീലങ്കയെ അവരുടെ ഭാഗമാക്കാൻ ശ്രമിക്കുന്നു. അതേസമയം ഞാൻ ആദ്യം പറഞ്ഞ പോലെ അഫ്ഗാനിസ്ഥാനെ ചൈനയുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ബംഗ്ലാദേശിനെ ചൈനയുടെ ഭാഗമാക്കാൻ ശ്രമിക്കുന്നു. മ്യാൻമറിന് പിന്തുണ കൊടുക്കാനുള്ള ശ്രമങ്ങളുണ്ട്. ഭൂട്ടാന് പിന്തുണ കൊടുക്കുന്നു. നേപ്പാളിന് പിന്തുണ കൊടുക്കുന്നു. അങ്ങനെ ഇന്ത്യയുടെ ചുറ്റുമുള്ള അയൽ രാഷ്ട്രങ്ങളെല്ലാം
ചൈന അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് ഏഷ്യയിലെ മാത്രമല്ല, ഒരു ആഗോളതലത്തിൽ തന്നെ അന്തർദേശീയ രാഷ്ട്രീയത്തിൽ അമേരിക്ക ഒരു കാലഘട്ടം നിർവഹിച്ചിരുന്ന പങ്ക് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചൈന ഒരു തരത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഡോളറിന് ബദലായി റഷ്യയുടെയോ അല്ലെങ്കിൽ ബ്രിക്സിന്റെ തന്നെ ഒരു കറൻസിയെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടിയുണ്ട്. അതും ചൈനയുടെ ഒരു താല്പര്യം തന്നെയാണ്. അപ്പോൾ പക്ഷേ എന്നിരിക്കെ തന്നെ മറ്റ് ലോകരാഷ്ട്രീയത്തിലെ രാഷ്ട്രങ്ങൾക്ക്, പ്രത്യേകിച്ച് US, UK, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, അതുപോലെ തന്നെ റഷ്യ, ഇത്തരം മറ്റ് രാഷ്ട്രീയ ശക്തികൾക്ക് ഇന്ത്യയെ ഒരിക്കലും അവഗണിക്കാൻ കഴിയില്ല. അതുമാത്രമല്ല ബ്രസീൽ അതുപോലുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായാലും അവർ കൂടുതൽ പിന്തുണ നൽകാൻ തയ്യാറുള്ളത് ഇന്ത്യക്ക് തന്നെയായിരിക്കും. ആ ഒരർത്ഥത്തിൽ പാകിസ്ഥാന് ആ പിന്തുണ കിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് IMFന്റെ കോടിക്കണക്കിന് രൂപയുടെ ഒരു സാമ്പത്തിക സഹായം പാകിസ്ഥാന് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ്, ഒരു തീരുമാനം വന്നിട്ടുണ്ട്. അത് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഒരു നയ വ്യതിയാനമാണോ അല്ലെങ്കിൽ അത് ഏത് തലത്തിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ വിദേശ നയങ്ങളെ നമുക്ക് അവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്കും അവരുടെ ദേശീയ താല്പര്യങ്ങൾക്കും മുൻനിർത്തി മാത്രമേ നമുക്ക് ചർച്ച ചെയ്യാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞ ദീർഘമായ കാലഘട്ടം പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പല രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്, ഭീകര പ്രസ്ഥാനങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്, സാമ്പത്തിക പിന്തുണ, ആയുധ പിന്തുണ, ഇതെല്ലാം നൽകിയിട്ടുണ്ട്. ഇതെല്ലാം അമേരിക്കയുടെ പിന്തുണയോട് കൂടി തന്നെയായിരുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാതെ പാകിസ്ഥാൻ ഒരിക്കലും സ്വന്തമായി വികസിപ്പിച്ച ആയുധങ്ങളോ സ്വന്തമായി വികസിപ്പിച്ച മറ്റ് യുദ്ധോപകരണങ്ങൾ കൊണ്ടൊന്നും ഇന്ത്യയെ ചെറുക്കാനായിട്ട് കഴിയുമായിരുന്നില്ല. ഇതിനെല്ലാം പിന്തുണ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ചരിത്രത്തിൽ 1948 മുതൽ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ള ഒരു സന്ദർഭമുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഇനി ഇവോൾവ് ചെയ്യുമെന്നുള്ളത് നമുക്ക് നിരീക്ഷിക്കേണ്ടതുണ്ട്. അതായത് ട്രംപ് വന്നതിന് ശേഷമുള്ള അവരുടെ പല പ്രതികരണങ്ങളും, ട്രംപിന്റെ തന്നെ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രതികരണങ്ങൾ വളരെയധികം കോൺട്രഡിക്ടറി ആയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഞങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനെയും പിന്തുണയ്ക്കുന്നു, ഞങ്ങൾക്ക് ഇന്ത്യയും വേണം പാകിസ്ഥാനും വേണം എന്നുള്ള ആ ഒരു നയം സ്വീകരിക്കുന്നത് പലപ്പോഴും ഭയങ്കര കോംപ്ലക്സിറ്റീസ് സൃഷ്ടിക്കുന്നുണ്ട്. കാരണം ഇന്ത്യക്ക് പിന്തുണ കിട്ടുമെന്ന് പറയുന്ന സമയത്ത് തന്നെ അവർ പാകിസ്ഥാന് പിന്തുണ കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അതേസമയം ചൈന മാത്രമായിരുന്നു പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന സാഹചര്യം ഉള്ളതെങ്കിൽ നമുക്ക് കുറെ കൂടി അതിനെ തടയുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇപ്പോൾ IMFന്റെ ഫണ്ടിങ്, സാമ്പത്തിക സഹായം പാകിസ്ഥാന് വരുന്നു, അതിൻ്റെ പിന്നിൽ എന്താണ് നയങ്ങൾ രൂപീകരിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അമേരിക്ക എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള നയങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ തന്നെ ഈ ഇത്തരത്തിലുള്ള ടെറർ ഗ്രൂപ്പുകൾക്കെല്ലാം ആയുധങ്ങൾ നൽകുന്നത് ഒന്നുകിൽ ചൈനീസ് ആയുധങ്ങളോ അല്ലെങ്കിൽ മുൻകാലഘട്ടത്തിൽ അമേരിക്കൻ ആയുധങ്ങളൊക്കെ തന്നെയായിരുന്നു എന്നുള്ളതാണ്. ചൈനയുടെ പിന്തുണയോടുകൂടി തന്നെയാണ് പാകിസ്ഥാൻ അവരുടെ ആണവായുധങ്ങൾ പോലും വികസിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അല്ലാതെ സ്വയമായിട്ട് അവരുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റത്തിലൂടെ, വൈജ്ഞാനികമായിട്ടുള്ള മുന്നേറ്റത്തിലൂടെ അവർ ആർജിച്ച ഒരു കഴിവല്ല അവരുടെ ആണവായുധ ശേഖരങ്ങളോ അല്ലെങ്കിൽ ആണവ പരീക്ഷണങ്ങളോ ആണവായുധങ്ങളൊന്നും. പക്ഷെ ആ ഒരു കാര്യം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വളരെ സങ്കീർണമായിട്ടൊരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കൃത്യമായൊരു നിലപാടെടുക്കുന്നതിന് വേണ്ടിയിട്ട് പല രാഷ്ട്രങ്ങളും തയ്യാറായിട്ടല്ല. ഇപ്പോൾ റഷ്യയും ആ ഒരു നിലപാടാണ് എടുത്തിട്ടുള്ളത്. റഷ്യ ചൈനയെ പിന്തുണയ്ക്കുന്നു, ഇന്ത്യക്ക് സപ്പോർട്ട് തരുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കയും ആ നിലപാട് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഈ ഒരു ഇന്നിപ്പോ നടക്കുന്ന വാർത്താ സമ്മേളനം, ആ വാർത്താ സമ്മേളനത്തിൽ ഈ രാജ്യം ഒരു യുദ്ധത്തിലേക്ക് പോകരുത് എന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. കാരണം യുദ്ധം നൽകുന്നതൊന്നും നല്ല അനുഭവങ്ങളല്ല. അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുമ്പോഴും ഇൻ കേസ് ഒരു യുദ്ധ പ്രഖ്യാപനത്തിലേക്കാണ് ഈ രാജ്യം പോകുന്നത്, ഈ പ്രതിരോധ മന്ത്രിയുടെയും വിദേശകാര്യമന്ത്രിയുടെയും വാർത്താ സമ്മേളനത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ ആരൊക്കെയാകും ഇന്ത്യക്കൊപ്പം നിൽക്കുക, ആരൊക്കെയാകും പാകിസ്ഥാനൊപ്പം നിൽക്കുക എന്നതൊരു വലിയൊരു ചോദ്യമാണ്. ഇപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന രണ്ടുപേർ, ഒന്ന് ചൈനയും ഇസ്ലാമിക ചേരി നോക്കിയാൽ തുർക്കിയും പ്രകടമായും പാകിസ്ഥാനെ സഹായിക്കുന്നവരാകും. മറ്റ് രാഷ്ട്രങ്ങളൊക്കെ ഇന്ത്യക്കൊപ്പം നിൽക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോഴും മിഡിൽ ഈസ്റ്റ് ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ മിഡിൽ ഈസ്റ്റ് എടുക്കുന്ന ഒരു നിലപാട് എന്തായിരിക്കും? പ്രത്യേകിച്ച് സൗദിയുടെയും UAEയുടെയും ഒക്കെ ഒരു നിലപാട് എങ്ങനെയായിരിക്കും ഡോക്ടർ ജാബിർ, ഇങ്ങനെ ഒരു യുദ്ധ പ്രഖ്യാപനത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയാൽ? ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് വളരെ സങ്കീർണമായിട്ടുള്ളൊരു ചോദ്യമാണ്. അതായത് അമേരിക്ക പറഞ്ഞല്ലോ, അത് ഞങ്ങൾ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഒപ്പമാണെന്ന് പറഞ്ഞല്ലോ. സൗദി അറേബ്യയ്ക്കും UAEക്കും അല്ലെങ്കിൽ ഗൾഫ് രാഷ്ട്രങ്ങൾക്കും അതേ നിലപാട് തന്നെ സ്വീകരിക്കാൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് ആളുകളാണ്
ഈ ഗൾഫ് രാഷ്ട്രങ്ങളിൽ തൊഴിൽ ചെയ്യുന്നത്. അപ്പോൾ വലിയൊരു ലേബർ ഫോഴ്സാണ് ഈ രണ്ട് രാഷ്ട്രങ്ങളിൽ നിന്നും ഗൾഫ് രാഷ്ട്രങ്ങളിലുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ഇന്ത്യക്ക് ഈ ഗൾഫ് രാഷ്ട്രങ്ങൾ ഇന്ത്യക്ക് മാത്രമായി പിന്തുണ നൽകിയാൽ, അല്ലെങ്കിൽ അവർ പാകിസ്ഥാന് മാത്രമായിട്ട് പിന്തുണ നൽകിയാൽ ഈ വലിയ ലേബർ ഫോഴ്സിന് നഷ്ടപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. അതുമാത്രമല്ല, അല്ലാത്ത രാഷ്ട്രീയ സമവാക്യങ്ങൾ കൂടി ഇവിടെ പ്രശ്നമാണ്. പാകിസ്ഥാൻ്റെ അയൽ രാഷ്ട്രമായിട്ടുള്ള ഇറാൻ ഈ ഗൾഫ് രാഷ്ട്രങ്ങളുമായിട്ട് അത്ര നല്ല ബന്ധത്തിലല്ല ഉള്ളത്. അതേപോലെ തന്നെ ഈ അറബ് രാഷ്ട്രങ്ങൾ, ഈ ഗൾഫ് രാഷ്ട്രങ്ങളും ചൈനയും തമ്മിൽ ഇപ്പോൾ നല്ല ബന്ധമാണ് ഉള്ളത്. അതൊരു വിഷയമാണ്. അപ്പോൾ അവർക്ക് പാകിസ്ഥാന് പിന്തുണ കൊടുക്കാതിരിക്കാൻ കഴിയില്ല. അതേസമയം ഈ അറബ് രാഷ്ട്രങ്ങളും പലപ്പോഴും സൗദി അറേബ്യയുടെ ശത്രു രാഷ്ട്രത്തിനായിട്ട് നിൽക്കുന്ന ഇസ്രായേലുമായിട്ട് ഇന്ത്യക്ക് നല്ല ബന്ധമാണുള്ളത്. അതേസമയം തന്നെ പാകിസ്ഥാൻ അവരുമായിട്ട് നല്ല ബന്ധമില്ല. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ അന്തർദേശീയ രാഷ്ട്രീയത്തിലുള്ള ഈ രാഷ്ട്രങ്ങളുടെ ബന്ധങ്ങൾ വളരെ സങ്കീർണമാണ്. പക്ഷെ ഒരു കാര്യം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതും നമ്മളെല്ലാവരും ആഗ്രഹിക്കേണ്ടതുമായിട്ടുള്ളത്, ഒരു യുദ്ധത്തിലേക്ക് നമ്മൾ പോകാൻ പാടില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നിലപാടാണ്. അത് ഇന്ത്യ പോകില്ല എന്നാണ് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആണവായുധങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന രണ്ട് രാഷ്ട്രങ്ങളാണ് ഇത് രണ്ടും. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു, 1945 ഹിരോഷിമ നാഗസാക്കിയിലെ ന്യൂക്ലിയർ ബോംബുകൾ വർഷിച്ചതിന് ശേഷം ഉണ്ടായിട്ടുള്ള ദുരന്തം. അതിനുശേഷം രണ്ട് രാഷ്ട്രങ്ങൾ, ആണവായുധങ്ങൾ കൈവശം വെച്ചിട്ടുള്ള രണ്ട് രാഷ്ട്രങ്ങൾ പരസ്പരം യുദ്ധം ചെയ്തിട്ടില്ല. ഇതാദ്യമായിട്ടാണ് ആണവായുധങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന രണ്ട് രാഷ്ട്രങ്ങൾ യുദ്ധത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്നത്. യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നീട് എല്ലാം പ്രവചനാതീതമായിരിക്കും. ആണവായുധങ്ങൾ ഏത് രൂപത്തിൽ എവിടെയായിരിക്കും പ്രയോഗിക്കുക എന്നുള്ളത് നമുക്ക് നിരീക്ഷിക്കാൻ കഴിയില്ല. നിങ്ങൾ ആദ്യം സൂചിപ്പിച്ച പോലെ മഹാരാഷ്ട്രയിലെല്ലാം ഇപ്പോൾ അലർട്ട് കൊടുത്തിരിക്കുകയാണ്, ജാഗ്രതയിലാകാൻ പറഞ്ഞിരിക്കുകയാണ്. എല്ലാ തന്ത്രപ്രധാനമായിട്ടുള്ള ഇടങ്ങളിലെല്ലാം ഈ ആയുധങ്ങൾ വർഷിക്കാനുള്ള സാധ്യത അവിടെയുള്ള സൈനിക മേധാവികളെല്ലാം തയ്യാറാകും. ഇന്ത്യയും തയ്യാറാകും, പാകിസ്ഥാനും തയ്യാറാകും. അപ്പോൾ ഇത് രണ്ട് രാഷ്ട്രങ്ങൾക്കും ഗുണകരമായിട്ടുള്ള ഒരു വിശേഷത്തിലേക്ക് പോകില്ല. രണ്ട് രാഷ്ട്രങ്ങൾക്കും ദോഷകരമായിട്ട് ബാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാനിൽ ന്യൂക്ലിയർ ബോംബ് വർഷിക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ പ്രത്യാഘാതം ഇന്ത്യക്ക് തന്നെ ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ന്യൂക്ലിയർ വാറിലേക്ക് പോകാതെ, ആണവ യുദ്ധത്തിലേക്ക് പോകാതെ അന്തർദേശീയ രാഷ്ട്രീയത്തിലെ തലവന്മാർ, രാഷ്ട്രീയ നേതാക്കൾ അതിനു വേണ്ടിയിട്ട് തയ്യാറാകണം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ ഇന്ത്യൻ ദേശീയ നേതാക്കളുമായും പാകിസ്ഥാൻ ദേശീയ നേതാക്കളുമായും യൂറോപ്യൻ ശക്തികളുള്ള ജർമ്മനി, ഫ്രാൻസ്, അതുപോലെ തന്നെ ഇറ്റലി, അല്ലെങ്കിൽ US, അതേപോലെ തന്നെ ഈ രാഷ്ട്രീയ നേതാക്കളെല്ലാം ഉടനെ ഇത്തരത്തിലുള്ള ഈ രാഷ്ട്രീയ പരിഹാരത്തിന് വേണ്ടിയിട്ട് പങ്കെടുക്കാൻ, അതിൽ പ്രശ്നപരിഹാരത്തിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കണമെന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ റോള് ഇവിടെ വളരെ നിശ്ചലമാണ്. അവർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് കഴിഞ്ഞ 10-30 വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അമേരിക്കയുടെ താല്പര്യങ്ങൾ എന്താണോ അതിനനുസരിച്ച് മാത്രമാണ് ഐക്യരാഷ്ട്രസഭയ്ക്കും പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് നമ്മൾ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു വിഷയമാണ്. യെസ്, ഡോക്ടർ ജാബിർ, തന്നെയാണ്, നമുക്ക് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. ലോകം ഒരു തരത്തിലും ഇനിയൊരു യുദ്ധത്തെ കൂടി താങ്ങാനുള്ളൊരു ശേഷി ഈ ലോകത്തിനില്ല. നമ്മളാരും യുദ്ധത്തെ ആഗ്രഹിക്കുന്നില്ല. പ്രകോപനങ്ങളൊക്കെ പറഞ്ഞു തീർക്കുന്നെങ്കിൽ പറഞ്ഞു തീർക്കട്ടെ, കുറച്ച് കടന്നുള്ള രീതിയിലാണെങ്കിൽ പോലും. പക്ഷെ ഒരു യുദ്ധപ്രഖ്യാപനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരരുത് എന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യട്ടെ. വളരെയധികം നന്ദി ഡോക്ടർ ജാബിർ നമുക്കൊപ്പം ചേർന്നതിന്. താങ്ക് യു സോ മച്ച്.